ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തട്ടിക്കൂട്ട് ഒരു സിമ്പിൾ ബർഗർ റെഡിയാക്കി എടുക്കുക. ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്നും എൻ്റെ അടുത്ത് മൊത്തത്തിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള, പിന്നെ ലെറ്റൂസ് ലീഫ്, തക്കാളി, പിന്നെന്താ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ചില്ലി ഫ്ലെക്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മാത്രം, എൻ്റെ വീട്ടിലുള്ളത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. മയോണൈസ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ, വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇതിങ്ങനെ കുറേശ്ശായിട്ട് കോരിയെടുക്കാം. ഈവനിങ് ടൈം ആയപ്പോൾ ബർഗർ കഴിക്കാനൊരു ചെറിയൊരു ആഗ്രഹം. പിന്നെ വേഗം തന്നെ റെഡിമെയ്ഡ് വാങ്ങിയിട്ട് ഫ്രൈ ചെയ്തതാണ് കേട്ടോ ഇത് രണ്ടും. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. പക്ഷേ എളുപ്പത്തിന് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങാൻ നല്ലത്. അപ്പോൾ ഞാൻ എഗ് വൈറ്റ് 2 എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും 2-3 ഡ്രോപ്സ് വിനീഗറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. മയോണൈസ് റെഡിയാക്കാം. അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്ത് റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. സവാള വേണമെങ്കിലും ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ തക്കാളി മാത്രമാണ് കേട്ടോ. സവാള പിന്നെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടില്ല. ടൊമാറ്റോ സോസിൻ്റെ മയോണൈസ് റെസിപ്പിയൊക്കെ മുമ്പ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും പാടെ മിക്സ് ആക്കിയിട്ട് ബർഗർ സോസ് റെഡിയാക്കുക. ലെറ്റൂസ് ലീഫ്, ക്യാപ്സിക്കം, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഒറിഗാനോ, ചില്ലി ഫ്ലെക്സ്, ഇതൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളെ വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ചേർത്തിട്ടുള്ളൂ. എന്നാലും അടിപൊളി നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ബർഗറിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ലെറ്റൂസ് ലീഫ്, ക്യാപ്സിക്കത്തിനൊന്നും പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഇല്ലല്ലോ. ഇതിൽ നമുക്ക് എടുത്ത് ടേസ്റ്റ് കിട്ടുന്നത് ഈ 2 ഐറ്റംസ് തന്നെയല്ലേ. എന്തായാലും ഞാനിത് ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ 4 ബർഗറാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്, റെഡി ആക്കിയിട്ടുള്ളത്. ബർഗർ ബണ്ണാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് വലിയ സൈസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. മയോണൈസും ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാനിത് ഒരു പ്ലേറ്റിലൊക്കെ വെച്ച് ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നടന്നിട്ടില്ല കേട്ടോ. കാരണം ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴും അല്ലേ ഉണ്ടാക്കുള്ളൂ. കുട്ടികൾക്ക് എന്തായാലും നല്ലൊരു ത്രില്ലാണ് കേട്ടോ അങ്ങനത്തെ ഒക്കെ. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ്, ഈ ഒരു ടൊമാറ്റോ പീസസ് ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സവാളയും വെച്ച് കൊടുക്കാം. ഞാൻ പിന്നെ അത് കഴിക്കൂലല്ലോ എന്ന് എഴുതിയിട്ട് വെച്ചിട്ടില്ല കേട്ടോ. മുകളിലൂടെ കുറച്ചും കൂടി സോസ് ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയായി ഉണ്ടാവില്ലേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ഇതാണ് കേട്ടോ, തട്ടിക്കൂട്ട് ബർഗറാണ്. നെക്സ്റ്റ് ഡേ ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.